ഗോവിന്ദസ്വാമിയെ പിടിച്ചതിന് പിന്നാലെ ചാടി പിന്നെ പിടിച്ചു. ആ പരിശോധനകളൊക്കെ ജയിലിൽ നടത്തേണ്ടതാണ്. പക്ഷേ വലിയ പരിശോധനയൊന്നും ഉണ്ടായില്ല. തടവുകാരോട് ചോദിച്ചിട്ട് മതി പരിശോധന എന്നൊക്കെയുള്ള നിലപാടിലാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ. ശരിക്കും ഈ തടവ് പുള്ളികൾ ആരാണ്? അവരാണ് VIPs എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അതാ തോന്നുന്നത്. അല്ലേ, അവരെ ഭയന്നിട്ടാ ഈ ഉദ്യോഗസ്ഥരിയ്ക്കുന്നത്. അവരോട് ചോദിച്ചിട്ട് പരിശോധന നടത്താ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഗതികേട് കൊണ്ട് പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഈ CPM പ്രവർത്തക ഗുണ്ടകളാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഉദ്യോഗസ്ഥരെടുത്തിട്ട് അവർ ചാമ്പി കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല. ഈ ഭരണ നേതൃത്വം ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, തടവുകാരോട് ചോദിച്ചിട്ട് മതി അവരുടെ ബ്ലോക്കിലെ പരിശോധന. ഒന്ന് ആലോചിച്ച് നോക്കണം, ഗതികേട്. ഏത് രീതിയിൽ പഠിച്ച് നേടിയ ഒരു ഉദ്യോഗമാണ്. ആ ഉദ്യോഗം സാധാരണ ഒരു തടവ് പുള്ളിയുടെ മുമ്പിൽ പോയി തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി അവർക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ജയിലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇയാൾ ജയിലുദ്യോഗസ്ഥൻ വല്ല ചോദിച്ചു എന്നിരിക്കട്ടെ, ഇയാൾ അടിച്ചു. ജയിലുദ്യോഗസ്ഥനെ തിരിച്ചടിക്കാൻ പേടിയായിരിക്കും. കാരണം വെളിയിൽ കുടുംബമുണ്ടേ, കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ജയിലുദ്യോഗസ്ഥരൊക്കെ. ഈ കൊടിസുനിയെ പോലുള്ള കൊടും കുറ്റവാളികൾ, ഭീകരൻ, മനുഷ്യരുടെ മുഖത്ത് വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത ഭീകരൻ, അത്ര വലിയ ഭീകരന്മാരെയൊക്കെ 51 വെട്ടിയ ഭീകരന്മാരാണ്. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യരല്ല ഇതൊക്കെ. എന്തോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പിശാച് സമാനമായ മനസ്സോടുകൂടി ജീവിക്കുന്ന ജന്തുക്കളായിരിക്കണം. അല്ല മനുഷ്യരായിട്ട് പോലും കണക്കാക്കാൻ കഴിയില്ല. തടവുകാരെയൊക്കെ മനുഷ്യരായിട്ടാണ് കണക്കാക്കാറുള്ളത്. പക്ഷെ ഇത്തരം നികൃഷ്ടമായിട്ടുള്ള മനസ്സുള്ള തടവുകാരെ നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞ രീതിയിലുള്ളവരെ അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥർ എത്രത്തോളം ഭയന്നിട്ടായിരിക്കും ഇവരോടൊക്കെ സംസാരിക്കാൻ തന്നെ ഭയമായിരിക്കും. നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ പേടിയാണ്. സത്യം, എനിക്ക് പേടി. എനിക്ക് CPMന്റെ ഗുണ്ടകളെയും ഭീകരരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് വിറയ്ക്കും. എനിക്ക് അത്ര പേടിയാണ്. കാരണം മനുഷ്യരെ എനിക്ക് ഭയമില്ലാതെ ഉള്ളൂ. പിശാചുക്കളെ ഭയമാണ്. സ്വാഭാവികമാണ്, നമുക്ക് പിശാചുക്കളെ ഭയമാണല്ലോ. അവർക്ക് വെട്ടാനൊന്നും ഒരു മടിയില്ല. നമ്മുടെ കൂടെ തോളിൽ കൈയിട്ടുകൊണ്ട് പോയിട്ട് അടുത്ത സെക്കൻഡിൽ നമ്മളെ വെട്ടുക. പാമ്പിനെ കണ്ടാൽ നമുക്ക് പേടിയാണല്ലോ, അതുപോലെ തന്നെയാണ്. അതെ, ഏത് സമയത്ത് ഇവര് കൊത്തും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അവരിൽ നിന്ന് അവരുടെ സ്വന്തക്കാരെയൊക്കെ സംരക്ഷിക്കാനും ചിലരെ ബലിയാടാക്കാനും സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണോ ആ മോൾത്തട്ടിലുള്ളവരെ, അവർ വേണ്ടപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തി ചില ആളുകളുണ്ട് എന്നും ബലിയാടായിട്ട് നിൽക്കേണ്ടി വരുന്നവർ. അത്തരത്തിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെയാണ് ഈ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരമൊക്കെ. CCTVയുടെ ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് സസ്പെൻഷനിലായിട്ടുള്ള ഒരാൾ. സംഭവ ദിവസം രാത്രി ആശുപത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനാലാണ് CCTV മേൽനോട്ടത്തിന് ഇദ്ദേഹം ഇല്ലാതിരുന്നത് എന്നാണ് പറയുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിരീക്ഷിക്കേണ്ട ഇൻസൈഡ് ഗാർഡ് ഓഫീസർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ മാത്രമാണ്. ഇതിലൊരാളെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രിസൺ ഓഫീസർ ഒരു ചാനലിന് എന്തോ അഭിമുഖം കൊടുത്തതിനെ തുടർന്ന് ആ മൂപ്പർക്കെതിരെയും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞത് തീർന്നു. അതുകൊണ്ട് തന്നെ അതും ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു രസകരമായൊരു കാര്യമുണ്ട്. രസകരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ എന്നാൽ ഒരു വേള നമുക്ക് അങ്ങനെയും പറയാം. കാരണം CPM തടവുകാരുടെ അടുക്കള വീണ്ടും ജയിലിൽ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സ്വന്തം അടുക്കള. അതല്ല, അവർക്ക് സ്വന്തമായിട്ട് അടുക്കളയുണ്ട്. വെപ്പും തീനും കൂടിയൊക്കെ നമ്മൾ പറയും വേറെ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ രഹസ്യ അടുക്കളകളെല്ലാം തന്നെ വീണ്ടും തിരിച്ചെത്തി എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംഭവം പിന്നീട് മാറ്റുകയും പിന്നീട് വീണ്ടും വരികയാണ്. ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം, ഇപ്പോഴത് കണ്ണിപ്പെട്ടത് കൊണ്ടാവാം, അല്ലെങ്കിൽ പുറത്ത് പറയേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ടാവാം അത്തരത്തിലുണ്ടായിട്ടുള്ളത്. CPM തടവുകാർ കൂടുതലുള്ള 2-4 ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളുടെ വാട്ടർ ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് ഈ അടുക്കളകളുള്ളത്. അതിൽ രസകരമായ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് പ്രിയ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാംസഭക്ഷണം വേണ്ടാത്ത 150ഓളം തടവുകാരുണ്ട്. അപ്പോൾ അത്രയും കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ മാംസമൊക്കെ. പക്ഷെ ഇത് ചെയ്യില്ല. ഇത് അടങ്കൽ വാങ്ങും. ഇത്രയും മൊത്തമായിട്ടും വാങ്ങിയിട്ട് ഈ CPM തടവുകാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേക അടുക്കളയിലേക്കൊക്കെ ആയിരിക്കും ഇത് പോകുന്നത്. അതെ, അങ്ങനെയാണ്. അവർക്ക് ഗ്രില്ലൊക്കെ കഴിക്കണം തോന്നിയ ഗ്രില്ലൊക്കെ കഴിക്കും. തെറ്റു പറയാൻ പറ്റില്ലല്ലോ. CPM തടവുകാരല്ലേ, മാംസമൊക്കെ കഴിക്കാൻ തുടങ്ങി നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? CPMന്റെ തടവുകാരാകുമ്പോൾ അവർ
അതിന് സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ ചെല്ലക്കിളികൾക്കൊക്കെ എത്തിച്ച് കൊടുക്കാനുള്ള സാധ്യതയാണ്. അല്ല, ഗോവിന്ദചാമി പറഞ്ഞു മയക്കുമരുന്ന് അടക്കം അതിന്റെ ഉള്ളിൽ കിട്ടുന്ന പറഞ്ഞത്. ഗോവിന്ദചാമി പൈസ കൊടുത്താൽ മതി അല്ലേ? പൈസ പൈസ കൊടുത്താൽ ഇല്ലെങ്കിൽ മട്ടൻ കറി കൊടുത്തു കഴിഞ്ഞാല് അതൊരു ബാർട്ടർ സിസ്റ്റം സിസ്റ്റം അതുണ്ടാകും എന്നുള്ള ഒരവസ്ഥയുണ്ട്. നോക്കണേ, ഒരു ജയിലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഷെറിനൊക്കെ വളരെ ലീലാവിലാസമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ഈ അതും ഒരു ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് അവിടെ വിലസിക്കൊണ്ടിരുന്നത്. അല്ല, ജയിലിനകത്താവുമ്പോൾ വെളിയിലാണെങ്കിൽ കഞ്ചാവൊക്കെ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലീസ് പിടിക്കുമെന്ന് പേടിക്കണം. ജയിലിനകത്ത് പേടിക്കണ്ടല്ലോ. പേടിക്കണ്ട. ഇവർക്ക് വേണ്ട, അതായത് ഉദ്യോഗസ്ഥർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അവിടെ ഈ പറയുന്ന ഭാസ്കര കാരണവർ കേസ് പ്രതിയായിട്ടുള്ള ആ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, അവര് ടാബ്ലറ്റ് ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാബ്ലറ്റ് വേണമെന്ന് പറയുമ്പോൾ ഓ ശരി, അതിനെന്താ ഞാൻ വാങ്ങിത്തരാമല്ലോ, പക്ഷെ എനിക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കണം എന്നുള്ളത് മാത്രം. അവരൊരു നൈജീരിയൻ തടവുകാരിനെ എടുത്തിട്ട് ചാമ്പി, എന്നിട്ട് അവസാനം മാറ്റേണ്ടി വന്നു. തുണി അലക്കി കൊടുക്കാത്തതിന് ഒരു തടവുകാരിനെ എടുത്തിട്ട് ചാമ്പി. ഈ തടവുകാരി എന്ത് ചെയ്തു, പോയി പരാതി പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ അവരുടെ തുണി അലക്കി കൊടുക്കുന്ന പറഞ്ഞത്. ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ലീലാവിലാസമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ CPM തടവുകാരാകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് പ്രയോറിറ്റി ഒക്കെ കിട്ടും. അവർ എന്താ പറയുക, രക്തസാക്ഷികൾ എന്നൊക്കെ പറയുന്ന ഗണത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവർ പല വ്യാപാരങ്ങളും പല കാര്യങ്ങളും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കിംവദന്തി ഞാൻ കേട്ടതാണ്, ഇവർ ചില സമയങ്ങളിൽ പുറത്തിറങ്ങാറുണ്ട്, തിരിച്ച് അതേ സമയത്ത് കയറാറുണ്ട് എന്നുള്ളതൊക്കെ. സത്യമാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, കിംവദന്തികളാണ്. നടക്കുന്ന ജയിലിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം. ഞാൻ ഈ മാംസാഹാരത്തിന്റെ കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് ചിരിയും വന്നു. കാരണം ഈ മാംസാഹാരത്തോട് ഇത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോടൊരു സ്നേഹം കൊണ്ടായിരിക്കാം ഇതൊക്കെ ഈ ജയിൽ അധികൃതർ ചെയ്തു കൊടുക്കുന്നത്. ജയിൽ അധികൃതർ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർ മാത്രം ഇതിനൊക്കെ താളം തുള്ളുന്ന ആളുകളുണ്ട്. നേരെ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള പുറമേ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, വലിയ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഇടാണ്, നമ്മളൊന്ന് ബഹുമാനിച്ചിട്ട് പോകണം. ആ ഒരു ഭാഗത്ത് വളരെ നിശബ്ദതയാണ് ഉള്ളത്. നേരെ ഓപ്പോസിറ്റ് അവിടെ അവരുടെ തന്നെ ജയിലിൻ്റെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ തടവ്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ, നീ ഒന്ന് കണ്ടു വെച്ചോ. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഞാൻ ആദ്യം കണ്ണൂർ രാഷ്ട്രപതി അതെ, ഒരു ബഹുമാനം വേണം നിനക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി ഏത് വഴി ഏത് സമയത്തൊക്കെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ 10 വർഷമായിട്ട് ഒരേ ഭരണകൂടം നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത്രയൊക്കെ തമാശയായി പറയുമ്പോഴും 10 വർഷമായിട്ട് ഒരേ ഭരണകൂടം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജയിലിനകത്ത് വേണ്ട ആവശ്യങ്ങൾ എന്താണോ, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എന്താണോ, ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് എന്താണോ, അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. എന്നാലും നമ്മൾ പറഞ്ഞു 3000-ഓളം തടവുപുള്ളികൾ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്ത്. അകത്തുള്ള ജയിലുകളിലെല്ലാം കൂടി 3000-ഓളം തടവുപുള്ളികൾ കൂടുതലാണ്. അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരൊന്നുമില്ല. ഇതൊക്കെ മനഃപൂർവ്വം തന്നെ ഈ ഒരു ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുമോ? അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഈ പറയുന്ന ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരുകൾ ഇത്തരം ഉദ്യോഗസ്ഥ നിയമനങ്ങളൊക്കെ കുറയ്ക്കുന്നത്, ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ കുറയ്ക്കുന്നത്. കാരണം ഇത്ര 400 പേർക്ക് ഒരു പോലീസ് എന്നുള്ള കണക്കൊക്കെയാണ് സാധാരണ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നത്. പക്ഷേ ഇവിടെ 800-900 ഒക്കെ ആൾക്കാർക്ക് ഒരു പോലീസുകാരൻ എന്നുള്ള നിലയ്ക്കാണ് നിലവിലുള്ളത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ കുറവ്, ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്, ഈ പറയുന്ന സംവിധാനങ്ങളുടെ കുറവുണ്ട്, ഈ പറയുന്ന ഈ ജയിലുകളുടെ കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഉദാസീനത സർക്കാർ പുലർത്തുന്നുണ്ട് എന്ന് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം.